ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മാത്സിലെ LCM HCF എന്ന ആ ഒരു ടോപ്പിക്കിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം വേണം ഈ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറച്ചും കൂടി ഡെപ്തിലേക്കുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യം LCM കാണുന്നത് എങ്ങനെയാണ്, ദശാംശ സംഖ്യകളുടെ LCM കാണുന്നത് എങ്ങനെയാണ്, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. HCF കാണുന്നത് എങ്ങനെയാണ്, അതുപോലെ ഭിന്നസംഖ്യകളുടെ LCM HCF കാണാൻ പഠിച്ചു. അഭാജ്യ സംഖ്യകളുടെ ഗുണിതങ്ങളുടെ LCM HCF കാണാനായിട്ട് പഠിച്ചു. അപ്പോൾ അതെല്ലാം കൂടി അല്ലെങ്കിൽ അതിന്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ഉൾപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും അതിന്റെ PYQs, ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള PYQs കൂടി ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഈ ഒരു ഭാഗത്തോട് കൂടി LCM HCF എന്ന ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, രണ്ട് സംഖ്യകളുടെ LCM 36, LCM തന്നിരിക്കുന്നു. അവയുടെ ഗുണനഫലം 216, ഗുണനഫലവും തന്നിട്ടുണ്ട്. കാണേണ്ടത് സംഖ്യകളുടെ HCF ആണ്. LCM തന്നിട്ടുണ്ട്, രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും തന്നിട്ടുണ്ട്, HCF കാണണം. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, രണ്ട് സംഖ്യകളുടെ LCMഉം അവയുടെ HCFഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ, രണ്ട് സംഖ്യകളുടെ LCMഉം HCFഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഗുണനഫലം നമുക്ക് ലഭിക്കും. ഈ രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം ലഭിക്കും. LCMഉം രണ്ട് സംഖ്യകളുടെ LCMഉം HCFഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം നമുക്ക് ലഭിക്കുമെന്നുള്ള പോയിന്റ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് തവണ PSC ആവർത്തിച്ച ചോദ്യമാണിത്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന UPSCയുടെ ആ ഒരു മെഗാ നോട്ടിഫിക്കേഷനിൽ പോലും, ആ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഈ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ LCMഉം HCFഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? LCM തന്നിട്ടുണ്ട്, ഗുണനഫലവും തന്നിട്ടുണ്ട്, കാണേണ്ടത് HCF ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഇതാ HCF കാണാൻ അപ്പൊ എന്ത് ചെയ്യണം? HCF ഈക്വൽ ടു ഗുണനഫലം ഡിവൈഡഡ് ബൈ LCM. ഈ രീതിയിലേക്ക് നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതാലോ. ഓക്കെ, ഇനി ഈ ഒരു വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. 216/36 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതായത് HCF 6 എന്നായിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? LCMഉം HCFഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ലഭിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. രണ്ട് സംഖ്യകളുടെ HCF 12, സംഖ്യകളുടെ ഗുണനഫലം 1728 എങ്കിൽ ഈ സംഖ്യകളുടെ LCM ആണ് കാണുന്നത്. എങ്ങനെ കാണും? ഇതാ നോക്കിയേ, LCM കാണാനായിട്ട് എന്ത് ചെയ്യണം? ഗുണനഫലത്തെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അല്ലെ? ഗുണനഫലത്തെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഗുണനഫലം 1728 ആണ്, HCF 12 ആണ്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 144 എന്നുള്ളതാണ്. ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഡിവൈഡ് ചെയ്ത് സമയം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് വന്നത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ നമുക്ക് HCF ആയിരുന്നു കാണേണ്ടിയിരുന്നത്, LCM നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ HCF കാണാൻ ഗുണനഫലത്തെ LCM കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ചെയ്തത്. ഇപ്പൊ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് LCM ആണ്, HCF ആണ് തന്നിരിക്കുന്നത്, LCM ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഈ രണ്ട് പ്രോബ്ലംസും. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. രണ്ട് സംഖ്യകളുടെ LCM 2310. ഇവിടെ LCMഉം തന്നിട്ടുണ്ട്, HCFഉം തന്നിട്ടുണ്ട്. ഓക്കെ, LCM തന്നിട്ടുണ്ട്, HCFഉം തന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു സംഖ്യ കൂടി തന്നിട്ടുണ്ടല്ലോ. അതെ, രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഒരു സംഖ്യ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? LCM തന്നിരിക്കുന്നു, HCF തന്നിരിക്കുന്നു, കൂട്ടത്തിൽ ഒരു സംഖ്യയും തന്നിരിക്കുന്നു. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം ഈക്വൽ ടു LCM ഇൻറ്റു HCF എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൽ ഒരു സംഖ്യയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യം ഒന്ന് എഴുതാം. LCM ഇൻറ്റു HCF ഈക്വൽ ടു രണ്ട് സംഖ്യകളുടെ ഗുണനഫലം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ X എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെ Xന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 210 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, അല്ലെ? 210 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നോക്കിയേ, LCM തന്നിരിക്കുന്നു, HCF തന്നിരിക്കുന്നു, X എന്ന സംഖ്യയും തന്നിരിക്കുന്നു. ഈ Y ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് വാല്യൂസ് കൊടുക്കാം. 2310 ഇൻറ്റു HCF എത്രയാ? 30 ഈക്വൽ ടു X ഇൻറ്റു Y. Y ആണ് നമുക്ക് കാണേണ്ടത്, അല്ലെ? X നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് കൊടുത്തേക്കാം.
ഓക്കെ, എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞ് 210. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വൈയുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് y ഈക്വൽ ടു 2310 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 210 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 330 എന്നാണ് ആൻസർ കിട്ടുക കേട്ടോ. സോൾവ് ചെയ്ത് നോക്കാം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 210 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലും സോൾവ് ചെയ്യാം. എങ്ങനെയാ? ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു, 7 കിട്ടുന്നു. പിന്നെ 2310 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ 330 എന്നുള്ള ആൻസറിലേക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഏരിയ. അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? LCM തന്നിട്ട് HCF തന്നിട്ടുണ്ട്, ആ ഗുണനഫലം കണ്ടെത്തുക. അല്ലെങ്കിൽ ഗുണനഫലവും LCM തന്നിട്ടുണ്ട്, HCF കാണുക. അതുമല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? HCF തരും, ഗുണനഫലവും തരും, LCM കാണുക. ഈ രീതിയിലുള്ള പ്രോബ്ലമാണ് 3 മോഡൽ നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് സംഖ്യകളുടെ അംശബന്ധം തന്നിരിക്കുന്നു. രണ്ട് സംഖ്യകളുടെ അംശബന്ധം തന്നിരിക്കുന്നു. അവയുടെ ലസാഗു 140 ആയാൽ വലിയ സംഖ്യ ഏത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ചോദ്യം ഒന്നുകൂടി വായിക്കാം. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:5. അവയുടെ ലസാഗു 140 ആയാൽ വലിയ സംഖ്യ കണ്ടെത്തുന്നത് എങ്ങനെ? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് എഴുതിയേക്കാം. ഓക്കെ, അംശബന്ധം തന്നിട്ടുണ്ട്. എന്താണ്? 4:5 എന്നാണ് അംശബന്ധം. 4:5 എന്നാണ്. ഓക്കെ, അപ്പോ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 4:5. അപ്പൊ സംഖ്യകളെ നമുക്ക് എങ്ങനെ പരിഗണിക്കാം? 4x-ഉം 5x-ഉം ആയിട്ട് പരിഗണിക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ 4x-ന്റെയും 5x-ന്റെയും LCM ഒന്ന് കണ്ടുപിടിക്കാം. 4x, 5x ഇവയുടെ LCM കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് വരുന്നത് x ആണ്. പിന്നെ ഉള്ളത് 4-ഉം 5-ഉം ആണ്. അപ്പൊ ഇവിടെ LCM എങ്ങനെയാണ്? LCM എന്ന് പറയുന്നത് x ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് വരും. അപ്പൊ എങ്ങനെ വന്നു? 5 ഇൻറ്റു 4 20. 20x ആണ് LCM എന്ന് പറയുന്നത്. 20x ആണ് LCM. നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് LCM എന്ന് പറയുന്നത് 20x ആണ്. അതിന്റെ വാല്യൂ എത്രയാ? 140 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കിട്ടും 140 ഡിവൈഡഡ് ബൈ 20. അപ്പൊ എത്ര കിട്ടി? എക്സിന്റെ വാല്യൂ 7 ആണെന്ന് കിട്ടി. നമ്മൾ പറഞ്ഞു ആദ്യത്തെ സംഖ്യ 4x ആണ്, രണ്ടാമത്തെ സംഖ്യ 5x ആണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇതിലെ സംഖ്യകൾ കണ്ടുപിടിക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ട് സംഖ്യ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ 5x ആണ്. അപ്പോൾ 5x ഈക്വൽ ടു 5 ഇൻറ്റു എത്രയാണ്? എക്സിന്റെ വാല്യൂ 7 ആണ്. അപ്പൊ എത്രയാ? 35 ആണ് വലിയ സംഖ്യ. ഇനി ചെറിയ സംഖ്യ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടതെങ്കിലോ 4x-ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. 4 ഇൻറ്റു എക്സിന്റെ വാല്യൂ 7 ആണ്. അപ്പോ 28 എന്ന് കിട്ടും. ഇവിടെ ആൻസർ എത്രയാ വരുന്നത്? ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 35 ആണ്. കാരണം വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ക്ലിയർ ആയല്ലോ? ചെറിയ സംഖ്യ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്ന്. ഓക്കെ ആയി? ഇനി അടുത്ത പ്രോബ്ലം. അടുത്തത് രണ്ട് സംഖ്യകളുടെ ഉസാഗ 13 ആണ്. ഉസാഗയാണ് തന്നിരിക്കുന്നത്. ഇനി സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4. അങ്ങനെയെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ക്ലിയർ ആയല്ലോ? ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. രണ്ട് സംഖ്യകളുടെ ഉസാഗ എന്നാൽ HCF ആണ്. അപ്പോ ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4 എന്ന് തന്നിരിക്കുന്നു. സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പൊ നമ്മൾ ഉസാഗ കാണാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നോക്കിയേ, ഇവിടുത്തെ സംഖ്യകൾ എന്ന് പറയുന്നത് 3:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ സംഖ്യകളെ നമുക്ക് 3x-ഉം 4x-ഉം ആയിട്ട് എടുക്കാം. ആണല്ലോ? ഇനി ഇതിന്റെ ഉസാഗ എന്ന് പറയുന്നത് 13 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 13 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോ സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, 3x-ന്റെയും 4x-ന്റെയും ഉസാഗ എന്നത് 13 ആണ്. ക്ലിയർ ആയല്ലോ? അതായത് ഈ എക്സിന്റെ സ്ഥാനത്ത് ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ രണ്ട് ഡിജിറ്റുകൾ നമുക്ക് കിട്ടും. ഈ രണ്ട് ഡിജിറ്റിന്റെയും കൂടെ HCF ആണ് 13 എന്ന് തന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? ഈ 3-നെയും ഈ HCF-നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു എക്സിന്റെ വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതെ HCF തന്നിരിക്കുന്ന കേസിൽ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന കേസിൽ സംഖ്യകൾ കാണാനായിട്ട് ഈ റേഷ്യോയിലുള്ള സംഖ്യകളെ ഈ ഉസാഗ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണമെന്നില്ല. 13 ഇൻറ്റു 3 ചെയ്യുമ്പോൾ ആദ്യത്തെ സംഖ്യ കിട്ടും. 13 ഇൻറ്റു 4 ചെയ്യുമ്പോൾ രണ്ടാമത്തെ സംഖ്യയും കിട്ടും. 13 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 39 ആണ്. 13 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 52 ആണ്. അപ്പൊ ഇതാണ് സംഖ്യകൾ. മനസ്സിലായല്ലോ? ഉസാഗ തന്നിട്ടുണ്ട്, റേഷ്യോയും തന്നിട്ടുണ്ട്. ആ കേസിൽ സംഖ്യകൾ ഏതൊക്കെ എന്ന് കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, സിമ്പിൾ മെത്തേഡ് ഇങ്ങനെയാണ്.
അല്ലാതെ നമ്മളിങ്ങനെ വരച്ച് ഇവിടെ തന്ന് അതുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പൊ 2 ടൈപ്പ് പ്രോബ്ലം ആണ് നമ്മൾ ഇതിൽ ചെയ്തത്. 2 സംഖ്യകളുടെ ഉസാഗ തന്നു, എന്നിട്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധവും തന്നു. ഇപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. തൊട്ട് മുൻപത്തെ പ്രോബ്ലത്തിൽ നോക്കുക, എന്താണ് 2 സംഖ്യകളുടെ അംശബന്ധം തന്നു, ലസാഗു തന്നു, അതിലെ വലിയ സംഖ്യയാണ് കണ്ടുപിടിച്ചത്. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. 3 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3:5. സംഖ്യകളുടെ HCF 12, സംഖ്യകളുടെ LCM ആണ് കാണേണ്ടത്. ചോദ്യം മനസ്സിലായോ? 3 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3:5. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? അംശബന്ധം തന്നിട്ടുണ്ട്, അവയുടെ HCFും തന്നിട്ടുണ്ട്. കാണേണ്ടത് ഈ തന്നിട്ടുള്ള ഈ സംഖ്യകളുടെ ഈ 2:3:5 എന്ന അംശബന്ധത്തിലുള്ള സംഖ്യകളുടെ LCM ആണ് കണ്ടത്. 3 സംഖ്യകൾ ഉണ്ടായിരിക്കും, ആ 3 സംഖ്യകളുടെ LCM ആണ് നമുക്ക് കാണേണ്ടത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ പറഞ്ഞത് ഓൾറെഡി? ഇങ്ങനെ റേഷ്യോയില് നമുക്ക് HCF നമുക്ക് അറിയാം, ഈ അംശബന്ധവും നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അപ്പോ 2:12 ആദ്യത്തെ സംഖ്യ. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 3:12. മൂന്നാമത്തെ സംഖ്യ 5:12. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യകൾ 2:3:5 എന്ന അംശബന്ധത്തിലാണ്. അതുപോലെ HCF എന്ന് പറയുന്നത് 12 ആണ്. അപ്പോ ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ 2:12 24, 12 × 3 എത്രയാ? 12 × 3 എന്ന് പറയുമ്പോൾ 36, 12 × 5 60. അപ്പൊ ഇത്രയാണ് സംഖ്യകൾ എന്ന് പറയുന്നത്, അല്ലെ? ഇതാണല്ലോ സംഖ്യകള്. ഓക്കെ, ഇനി ഈ സംഖ്യകളുടെ LCM നമുക്ക് ഡയറക്റ്റ് കണ്ടാൽ മതി. 24, 36, 60. ഈ സംഖ്യകളുടെ LCM കാണാം. ഓക്കെ, അപ്പൊ 2 വെച്ച് നമുക്ക് ചെയ്യാം. 12, 18, 30. വീണ്ടും നമുക്ക് 6 വെച്ച് ചെയ്യാം, പെട്ടെന്ന് തീരുമല്ലോ. ഓക്കെ, 2, 3, 5. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് LCM ഡയറക്റ്റ് ആയിട്ട് കിട്ടില്ലേ? 2 × 6 × 2 × 3 × 5. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് എത്രയാ? 6 × 2 12, 24 × 5 340. 360 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 360. ഇത് ഓക്കെ അല്ലേ? ഒന്നുകൂടി നോക്കാം. 3 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം തന്നിട്ടുണ്ട്, HCFും തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നാൽ നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാവുന്നതാണ് തൊട്ട് മുന്നത്തെ ചോദ്യം നമ്മൾ ചെയ്തത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇവിടെ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ഇനി എന്താ? നമുക്ക് നമ്മുടെ ചോദ്യത്തിൽ സംഖ്യകളുടെ LCM ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 24, 36, 60 എന്നീ സംഖ്യകളുടെ LCM നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 360 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഈസി അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, മുന്നിൽ തന്ന പ്രോബ്ലത്തിൽ അംശബന്ധവും HCFും ആണ് തന്നിരുന്നത്, എന്നിട്ട് LCM കാണാൻ പറഞ്ഞു. ഈ പ്രോബ്ലത്തിൽ അംശബന്ധവും LCM ആണ് തന്നത്, എന്നിട്ട് HCF ആണ് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഖ്യകൾ നമുക്കറിയാം. ഇപ്പൊ ഇവിടെ HCF ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് നമ്പർ കിട്ടിയേനെ. ഇവിടെ തന്നിരിക്കുന്നത് LCM അല്ലേ, അപ്പൊ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്പേഴ്സിനെ എങ്ങനെ എടുക്കാം? 3x എന്നും 4x എന്നും 5x എന്നും എടുക്കാം. ഓക്കെ, ഇനി ഇവയുടെ LCM ആണ് എത്ര? 360 എന്ന് പറയുന്നത്. അതായത് ഇവിടെ എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് കൂടെ എടുത്തു. 3, 4, 5 ഇതല്ലേ ബാക്കിയുള്ളത്. ഈ സംഖ്യകളെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 360 കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയി അല്ലെ? അപ്പൊ ഇവിടെ നമുക്കറിയാം, ഇതാണ് ഈ ഒരു ഒറ്റ കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്നതാണ് HCF എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ HCF എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തും, ആണല്ലോ. അപ്പോ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് LCM ആണ്. അതായത് x × 3 × 4 × 5ന്റെ വാല്യൂ ആണ് 360 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ എക്സിന്റെ വാല്യൂ കാണാൻ ഈസി അല്ലേ? 5 × 4 20, 20 × 3 60. അപ്പൊ 60x ആണ് എത്ര? 360 എന്ന് പറയുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 360 ഡിവൈഡഡ് ബൈ 60 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര കിട്ടി വാല്യൂ? 6 എന്ന് കിട്ടി. അതായത് HCF അല്ലേ? HCF കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ആണ് HCF എന്ന് പറയുന്നത്. ഇവിടെ HCFന്റെ വാല്യൂ ആണ് നമുക്ക് x ആയിട്ട് കിട്ടിയത്. എത്രയാണ്? 6 ആണ്. ക്ലിയർ? കിട്ടിയല്ലോ? ഈസി ആയല്ലോ? ഇനി അടുത്ത പ്രോബ്ലം. ഒരു സംഖ്യയെ 12, 15, 20. ഒരു സംഖ്യയെ 12, 15, 20 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും 4 ശിഷ്ടമായിട്ട് ലഭിക്കും, 4 റിമൈൻഡർ ആയിട്ട് ലഭിക്കും. എന്നാൽ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം.
ഒരു സംഖ്യയെ 12, 15, 20 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും നമുക്ക് 4 റിമൈൻഡർ ആയിട്ട് കിട്ടും. അങ്ങനെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടെത്തണം. LCM കണ്ടെത്തിയിട്ട് 12ന്റെയും 15ന്റെയും 20ന്റെയും LCM കാണുക. ഓക്കെ, LCM കാണുക. അപ്പോ ആദ്യം നമുക്ക് 2 വെച്ച് ചെയ്യാം അല്ലെ? 2 വെച്ച് ചെയ്യാം. അപ്പോ 6, 15, 10 എന്ന് കിട്ടും. ഇനി നമുക്ക് 5 വെച്ച് ചെയ്ത് നോക്കാം. 6, 3, 2. ഇനി വീണ്ടും നമുക്ക് 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ 3, 3, 1 എന്ന് ലഭിക്കും. ഓക്കെ, ഇനി നമുക്ക് 3 കൊണ്ട് നോക്കാം. അപ്പോൾ 1, 1, 1. ഇനി LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു പിന്നെ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും ആൻസർ? 5 ഇൻറ്റു 2 10, 10 ഇൻറ്റു 2 20, 20 ഇൻറ്റു 20 ഇൻറ്റു 3 60, 60 ലഭിക്കും. ഓക്കെ, 60 എന്നാണ് കിട്ടുക. LCM ആണ് 60. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സംഖ്യയെ 12, 15, 20 ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും 4 ശിഷ്ടം ലഭിക്കും. എന്നാൽ അങ്ങനെയുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ആ സംഖ്യ കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ ഈ 12ന്റെയും 15ന്റെയും 20ന്റെയും LCM കണ്ടെത്തിയത്. ഈ LCM കണ്ടെത്തിയപ്പോൾ 60 എന്ന് കിട്ടി. എന്നിട്ട് നമ്മളോട് മറ്റൊരു കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ ഏത് സംഖ്യ കൊണ്ട് ഈ 60നെ 12, 15, 20 എന്നീ സംഖ്യ കൊണ്ട് ഏത് കൊണ്ട് ഹരിച്ചാലും 4 ശിഷ്ടം ലഭിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ 4 ശിഷ്ടം ലഭിക്കണമെങ്കിൽ 12, 15, 20 എന്ന സംഖ്യകളെ അതിന്റെ LCM ആണ് നമ്മൾ കണ്ടത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് നമ്മൾ കണ്ടത്. 4 ശിഷ്ടം ലഭിക്കണമെങ്കിൽ ഈ 4 ഇതിന്റെ കൂടെ കൂട്ടുകൂടി വേണ്ടേ? അപ്പൊ 60 + 4 64 ആണ് അങ്ങനെ ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, 64നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ, 4 ശിഷ്ടം ലഭിക്കും. ഓക്കെ, ഇനി 64നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലും 4 ശിഷ്ടം ലഭിക്കും. ഓക്കെ, അതുപോലെ 64നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 4 ശിഷ്ടം ലഭിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 60 ആണ് ഇതിന്റെ LCM. നമ്മളോട് ചോദിച്ചിരിക്കാൻ ചോദ്യത്തില് 4 ശിഷ്ടം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് 4 ആഡ് ചെയ്തത്. ഇനി 8 ആണ് ശിഷ്ടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 8 ആഡ് ചെയ്യണമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 4, 5, 6 3 സംഖ്യകൾ വന്നിട്ടുണ്ട്. 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകൾ 200നും 500നും ഇടയിൽ വരുന്നുണ്ട് എന്നാണ്. അപ്പൊ ഈ ചോദ്യവും എന്താണ്? LCMുമായി ബന്ധപ്പെട്ടതാണ്. 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകൾ 200നും 500നും ഇടയിലുണ്ട്? നമുക്കറിയാം 200നും 500നും ഇടയിൽ ഒരുപാട് സംഖ്യകളുണ്ട്. അപ്പൊ ഇതിൽ എത്ര സംഖ്യകളെ 4 കൊണ്ടും ഹരിക്കാൻ പറ്റണം, 5 കൊണ്ടും ഹരിക്കാൻ പറ്റണം, 6 കൊണ്ടും ഹരിക്കാനായിട്ട് പറ്റണം. അപ്പൊ അതിൽ എത്ര സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 4, 5, 6 ഇവ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 4, 5, 6 എന്നീ സംഖ്യകളുടെ LCM ആയിരിക്കുമല്ലോ. അപ്പൊ ആദ്യം നമുക്ക് LCM കാണാം. ഓക്കെ, 4, 5, 6 എന്നീ സംഖ്യകളുടെ LCM കാണാം. 4, 5, 6. ഇനി ഇവയുടെ LCM നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നോക്കിയോ, ഇത്രയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ 5 × 3 15, 15 × 2 30, 30 × 2 60. അപ്പൊ ഇത്രയും സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 60 ആയിട്ട് നമുക്ക് ലഭിച്ചു. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 200നും 500നും ഈ LCMന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഓക്കെ, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകൾ 200നും 500നും ഇടയിലുണ്ട് എന്നാണ് ചോദ്യം. അപ്പോ നമ്മളിപ്പോ LCM കണ്ടുപിടിച്ചു, 60 എന്ന് കിട്ടി. അപ്പൊ ഈ LCMന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം 200നും 500നും ഇടയ്ക്ക് വരുന്നുണ്ട്, 60ന്റെ എത്ര ഗുണിതങ്ങൾ വരുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം നോക്കിയേ, നമുക്ക് 60ന്റെ ഗുണിതങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം. 60, പിന്നെന്താ വരിക? 120, പിന്നെ 180, 240, 300, 360, പിന്നെ 420, പിന്നെ എത്ര വരും? 480. ഇത്രയും വരുമല്ലോ. പിന്നെ വരുന്നത് 500ന് മുകളിലേക്ക് പോകും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 200നും 500നും ഇടയ്ക്കുള്ളതെന്ന് അല്ലെ? അപ്പൊ അങ്ങനെയാവുമ്പോ 200നും 500നും ഇടയ്ക്കുള്ളതെന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം അല്ലേ വരിക? അത് എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് നോക്കിയേ. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ? 5 ഗുണിതങ്ങൾ അല്ലെ 5 സംഖ്യകൾ ഉണ്ട് നമുക്ക് മനസ്സിലായി. എത്ര സംഖ്യകൾ ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്? 5 സംഖ്യകൾ ഉണ്ട് എന്ന് മനസ്സിലായി.
ഇത് വലിയ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു 200 ഇവിടെ ഒരു 1000 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതി ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് ആണല്ലോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ LCM കാണുക. LCM എന്നത് 60 ആണ് എന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പോ 1 മുതൽ 200 വരെ 60ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1 മുതൽ 200 വരെ 60ന്റെ ഗുണനങ്ങൾ അല്ലെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 200നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, 3 എന്ന് കിട്ടും. ഒരു ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് റിമൈൻഡർ വരും, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അതുപോലെ 1 തൊട്ട് 500 വരെ ഈ 60ന്റെ എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് നോക്കാം. അതായത് 500 ഡിവൈഡഡ് ബൈ 60 എന്ന രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊരു ഏകദേശ വാല്യൂ എന്ന് പറയുന്നത് 8 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ 8 മൈനസ് 3 ചെയ്ത് നോക്കാം. അപ്പോ ആൻസർ 5 ഇതാണ് കിട്ടുക. ഓക്കെ, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകൾ 200നും 500നും ഇടയിലുണ്ട് എന്നുള്ളതാണ്. 200നും 500നും ഇടയിൽ 4 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന, 5 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന, 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന, അങ്ങനെ കോമൺ ആയിട്ട് ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം 200നും 500നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം അല്ലെ, ഏതൊക്കെ സംഖ്യകളാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഈ 4, 5, 6 എന്നീ സംഖ്യകളുടെ LCM ഒന്ന് കാണാം. ഓക്കെ, അപ്പോ LCM നമ്മൾ കാണുന്നു 2, 5, 3 ഈ രീതിയിലല്ലേ കിട്ടുക. 5 × 3 15, 15 × 2 30, 30 × 2 60. LCM 60 ആണ്. അതായത് ഈ 60ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം 200നും 500നും ഇടയിലുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. 60ന്റെ ഗുണിതങ്ങൾ 60, 120, 180, പിന്നെ എത്ര വരും? 240, 300, 360 അല്ലേ. പിന്നെ വരുന്നത് 420, 480, പിന്നെ വരുന്നത് 500ന് മുകളിലായിരിക്കുമല്ലോ, 540 ആയിരിക്കും വരിക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 200നും 500നും ഇടയ്ക്കാം. അതായത് ഏകദേശം ഇത്ര സംഖ്യകളാണ് 200നും 500നും ഇടയ്ക്ക് വരുന്നത്. എത്ര എണ്ണം വരും? 1, 2, 3, 4, 5. അപ്പോ 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 5 സംഖ്യകളാണ് 200നും 500നും ഇടയിൽ വരുന്നത്. 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് കോമൺ ആയിട്ടും ഹരിക്കാൻ പറ്റുന്ന 5 സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ ഇത് 200നും 500നും ഇടയ്ക്കാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതി നോക്കി ചെയ്യാനായിട്ട് സാധിച്ചു. ഈ ചോദ്യം 200നും 1000ത്തിനും ഇടയിലാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതി നോക്കി ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നോക്കിയേ, 1 മുതൽ 200 വരെ ഉള്ള അത് 1 മുതൽ 200 വരെയുള്ള സംഖ്യകളിൽ 60ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ട ട്രിക്ക് എന്താന്ന് വെച്ചാൽ ഈ 200നെ LCM കിട്ടിയ 60 കൊണ്ടൊന്ന് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 പോയിന്റ് സംതിങ് കിട്ടും. ആ സംതിങ് നമുക്ക് വേണ്ട, 3 എടുക്കാം. ഇനി അടുത്തത് 1നും 500നും ഇടയ്ക്ക്, 1നും 500നും ഇടയ്ക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 200നും 500നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ടെന്ന് കാണാനല്ലേ. ഇനി 1നും 200നും ഇടയ്ക്ക് 500നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കാം. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഏകദേശ വാല്യൂ 8 ആണ് അല്ലെ. 48 അല്ലേ കിട്ടാം. അപ്പൊ ബാലൻസ് സംതിങ് വരും, 8 പോയിന്റ് സംതിങ് വരും. ആ സംതിങ് നമുക്ക് വേണ്ട. 8ഉം 3ഉം തമ്മിൽ ഒന്ന് മൈനസ് ചെയ്താൽ 200നും 500നും ഇടയ്ക്ക് എത്ര സംഖ്യകളുണ്ട്? 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ ഡിഫറൻസ് ഉള്ള സംഖ്യകളാണെങ്കിലും 200, 500 വന്നതുപോലെ 200ഉം ഒരു 5000 വന്നാലും നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന്റെ ട്രിക്കാണ് ഈ പറഞ്ഞത് കേട്ടോ. ഇവിടെ 3 പോയിന്റ് സംതിങ് വരും. ആ 3 പോയിന്റ് സംതിങ് എത്ര? ആ സംതിങ് നമുക്ക് വേണ്ട. ഇവിടെ 8 പോയിന്റ് സംതിങ് വരും. ആ സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്താൽ എത്ര ഇതുപോലെ ഡിജിറ്റുകൾ ഉണ്ട് എന്നുള്ളത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ ഒന്നുകൂടി ഈ പ്രോബ്ലം ഒന്ന് കണ്ടുപോയിക്കേ, അപ്പൊ മനസ്സിലാവും കേട്ടോ. ഇനി അടുത്തത് 8, 9, 12, 16. 8, 9, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 3, 4, 7, 11 എന്നിവ കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായിട്ട് വരുന്നത് 3 ആണ്.
അതേ സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി വരുന്നത് 4 അതേ സംഖ്യയെ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി വരുന്നത് 7 16 കൊണ്ട് ഹരിച്ചാൽ 11 ശിഷ്ടമായിട്ടും വരും. അപ്പൊ ഈ ഒരു നമ്പേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു പെക്യൂലിയാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കിയേ, ഇവിടെ 8ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 9ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 അതുപോലെ 12ഉം 7ഉം തമ്മിൽ 5 ഡിഫറൻസ്, 16ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് 5. ഓക്കെ, ഒരു കോമൺ ഡിഫറൻസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ തന്നിട്ടുള്ള 8, 9, 12, 16 ഈ സംഖ്യകളുടെ LCM നമുക്കൊന്ന് കാണാം. 8, 9, 12, 16. ഓക്കെ, അപ്പൊ LCM കാണുമ്പോ 4, 9, 6, 8. ഓക്കെ, ഈ രീതിയിലല്ലേ വരിക. 2 കൊണ്ട് വീണ്ടും ചെയ്യാം. നെക്സ്റ്റ് 3 കൊണ്ട് ചെയ്യുമ്പോൾ 1, 3, 1, 2. ഇതെല്ലാം കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4, 4 × 2 × 3 × 3 താഴെ ഒരു 2ഉം കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 144 എന്ന് കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്നത് 8, 9, 12, 16 എന്നീ സംഖ്യകളുടെ LCM ആണ് 144. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ഒരു കോമൺ ഡിഫറൻസ് 5 ഉണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് സംഖ്യ കിട്ടാൻ ഏറ്റവും ചെറിയ 8 കൊണ്ട് ഈ ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ഡിഫറൻസ് വരണം. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ഡിഫറൻറ്റ് ആയിട്ട് അല്ലെങ്കിൽ റിമൈൻഡർ ആയിട്ട് വരണം. 12 കൊണ്ട് ഹരിക്കുമ്പോൾ 7 റിമൈൻഡർ ആയിട്ട് വരണം. 16 കൊണ്ട് ഹരിക്കുമ്പോൾ 11 റിമൈൻഡർ ആയിട്ട് വരണം. നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച 144 എന്ന് പറയുന്നത് എന്താണ്? 8, 9, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. ഇനി ശിഷ്ടം കൂടി വരണം എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ ശിഷ്ടം ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 144 എന്ന സംഖ്യയിൽ നിന്ന് നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ആയി കിട്ടിയിരിക്കുന്ന ഈ ഒരു 5 മൈനസ് ചെയ്യുക. 5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 139 എന്ന് കിട്ടും. ഈ 139 ആണ് ആൻസർ. 139നെ 8 കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടമായിട്ട് വരും. 139നെ 9 കൊണ്ട് ഹരിച്ചാൽ 4 ശിഷ്ടമായിട്ട് വരും. 139നെ 12 കൊണ്ട് ഹരിച്ചാൽ 7 ശിഷ്ടമായി വരും. 139നെ 16 കൊണ്ട് ഹരിച്ചാൽ 11 എന്തായി റിമൈൻഡർ ആയിട്ട് ശിഷ്ടമായിട്ട് വരും. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിയ വഴി മനസ്സിലായല്ലോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. 18 മീറ്റർ, 24 മീറ്റർ, 30 മീറ്റർ ഇവ വലിയ ഒരു റിബണിൽ നിന്നും മുറിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അളവ് കോലിന്റെ നീളം എത്ര? അതായത് 18 മീറ്റർ, 24 മീറ്റർ, 30 മീറ്റർ ഇവ വലിയ ഒരു റിബണിൽ നിന്നും മുറിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അളവുകോല് എന്ന് പറയുമ്പോൾ എന്താ അവിടെ കാണേണ്ടത്? ഏറ്റവും വലിയ അളവുകോലാണ് കാണേണ്ടത്. എന്ന് വെച്ചാൽ ഈ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടതാ? HCFുമായിട്ട്. ഏറ്റവും ചെറുത് എന്ന് ചോദിച്ചാൽ എന്തുമായി ബന്ധപ്പെട്ടതാ? LCMുമായി ബന്ധപ്പെട്ടത്. ഇവിടെ HCF ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് HCF കാണണം. 18, 24, 30 ഇതിന്റെ HCF കാണണം. അപ്പൊ 6 അല്ലെ, 3, 4, 5. അപ്പൊ നമുക്ക് HCF 6 ആണെന്നുള്ളത് കിട്ടി. HCF 6. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? ഇവയെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യയാണ് എന്ത്? ആ അളവുകോൽ എന്ന് പറയുന്നത്. അതായത് HCF ആണ്. ആൻസർ എത്രയാ? 6 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ പ്രോബ്ലം? അത്രയും ചോദ്യങ്ങളാണ് നമ്മൾ HCF, LCM എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എല്ലാ മോഡൽസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി സെക്കൻഡ് പാർട്ടോട് കൂടി HCFന്റെ ഭാഗം LCM, HCF എന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് റിവിഷൻ ടൈമിൽ കുറച്ചുകൂടി അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.